അതിൻ്റെ ദിവസം 500 രൂപ ഉള്ള ചോക്ലേറ്റ്സും മൊത്തം എടുത്ത് ഞാനാണ് വീട്ടിലാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തത്. കഴിഞ്ഞു നമ്മൾ ജയിച്ചതോ അറിയില്ല. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് സോനു, ദിസ് ഇസ് സാൻഡ്ര. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നേ? കൂടെ നമ്മുടെ മദർജി ഉണ്ട്, ഞങ്ങളുണ്ട്. നമ്മൾ 3 പേരാണ് ഇപ്പോൾ ഇന്ന് ലുലുലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് അല്ല, ഒരു കുഞ്ഞ് ചലഞ്ച്. അത് ഞങ്ങൾ അകത്തിലോട്ട് കയറിയിട്ട് ഞങ്ങളോട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തിലോട്ട് കയറാം. ഞങ്ങളിപ്പം ലുലുലോട്ടാണ് നടന്നു പോകുന്നത്. ഞങ്ങൾ കുറേ നാളായി ഈ വീഡിയോസൊക്കെ ഇട്ടത്. കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇടാതൊക്കെ ഇരുന്നത്. മദർജി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡയലോഗ് അടിച്ച്, അല്ലെങ്കിൽ പിന്നെ വീണേനെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, ഭയങ്കര വെട്ടമാണ്. പിന്നെ വോയിസിൻ്റെ കാര്യം നിങ്ങൾക്ക് കേൾക്കാവോ എന്നറിയത്തില്ല, മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. സോ പ്ലീസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞങ്ങളത് വീഡിയോസ് ഒന്നും ഇടുന്നൊന്നുമില്ലായിരുന്നു. കട്ടാക്കിയത് വെച്ചാൽ ഏതൊരു പുള്ളി എന്നെ നോക്കി. അതുകൊണ്ട് ഞാൻ അത് കണ്ടിട്ട് എനിക്ക് നാണം വന്നു. അതുകൊണ്ട് ഞാൻ കട്ടാക്കി. അതെ, ആരോടെ വർത്താനം പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ലുലു എത്തി ഗായ്സ്. കാണാമോ ഗായ്സ്? ലുലു എത്തി. അപ്പോൾ അതുപോലെ ഫാമിലി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോസ് നേടട്ടെ. അതുകൊണ്ട് പക്ഷെ ഞങ്ങളിപ്പോൾ ഷോർട്സ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് നമുക്കിനി ലുലുവിൻ്റെ അകത്തിലോട്ട് കയറാം. ഞങ്ങൾ ലുലു കയറിയപ്പോൾ എന്തോ ഒരു ബുക്ക് ഫെയർ നടത്തുന്നുണ്ട്. അത് ഇനി ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ മുമ്പ് വന്നപ്പോൾ എന്തോ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഫെസ്റ്റ് എന്തായിരുന്നു. ചോക്ലേറ്റൊക്കെ ഭയങ്കര ഓഫറായിരുന്നു. ഇപ്പോൾ അതെ ബുക്ക് ഫെയർ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ചാലഞ്ച് പറയണ്ടേ? ചാലഞ്ച് ഇപ്പം ഞങ്ങളതെ ലുലുവിൻ്റെ അകത്ത് കയറിയിട്ട് ഇതേണ്ട ഇത് ബുക്ക് ഫെയർ എന്തോ നടത്തിക്കൊണ്ടിരിക്കുക. അതെ, അവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇതേ ഇവിടെ കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. ലൂയിസ് ഫിലിപ്പ് ഉണ്ട്, ആരോസ് ഉണ്ട്, പിന്നെന്തോ ഏതോ മാമകർത്തുണ്ട്, സെല്ലിയോട്. ഇവിടെ ഒന്നും ഞങ്ങൾ കയറത്തൊന്നുമില്ല. ബിക്കോസ് ഞങ്ങൾ പാപ്പന്മാരായതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറത്തൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ മദർജി, അതെൻ്റെ മദർജി ഉണ്ട്, എൻ്റെ അനീതി. ഓക്കെ ഗായ്സ്, ലേറ്റർ കയറി. അയ്യോ ഓക്കെ. അമ്മയ്ക്ക് പേടിയുണ്ടോ? ഓ, കുറേ പ്രാവശ്യം കയറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഗൈസ്. ഇതേട്ടെ ഞാൻ ഒന്ന് ജസ്റ്റ് കയറിയപ്പോൾ ചെറുതായിട്ട് പേടിച്ചു. അല്ല, അങ്ങനെയല്ല, പേടിച്ചെന്നല്ല, ജസ്റ്റ് ഒരു ഓക്കെ ഗൈസ്. ഞാനിപ്പം കയറി. അപ്പോൾ ഞങ്ങളുടെ ഫാഷൻ സ്റ്റോറി എത്തി. മറ്റേ ഇതൊക്കെ ഉണ്ട് സാധനത്തിന്. വേറെ തന്നെ ആർക്കേഡ്, കുഞ്ഞു സ്ഥലം. എത്തി ഗൈസ്. ചിക്കന് കയറി. ഞങ്ങൾക്ക് വിശന്നതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നും. കാരണം അമ്മ ഓർഡർ ചെയ്തു. 2 പേര് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിത് 10 പീസസ് ചിക്കൻ 299 എടുക്കുന്നത്. അവിടെ ഗെത്ത മീലുണ്ട്, അതും ഉണ്ടോ 490. അത് കൊള്ളാമല്ലോ, സംഭവം കൊള്ളാമല്ലോ. അതിന് ഫുഡ്, അതെങ്ങനെ ചാലഞ്ച്. ഫുഡ് ഇസ് ദ ബെസ്റ്റ്. ഗൈസ്, എൻ്റെ അമ്മയ്ക്ക് സ്പ്രൈറ്റ് വേണ്ട. എൻ്റെ അമ്മയ്ക്ക് സ്പ്രൈറ്റും ഇഷ്ടമല്ല, കൊക്കക്കോളയും ഇഷ്ടമല്ല. നല്ല കാര്യത്തിലേ ഉള്ളൂ. എല്ലാം അമ്മ പറയാം നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും. അങ്ങനെയാണ് വീട്ടിൽ വരും. ഇങ്ങനെ ലുലു ചിക്കനൊന്നും കഴിക്കാൻ പറ്റും. കണ്ടോ അമ്മ പറയാം ഈ 299 ഉള്ള 10 പീസസ് ഉള്ള സാധനമാണ് എൻ്റെ അമ്മ മേടിക്കുന്നത്. അതിൻ്റെ കൂടെ ഡ്രിങ്ക്സ് ആഡ് ചെയ്യണം. അത് ഞാൻ ആ ആൻറ്റി പറഞ്ഞപ്പം കോക്കും അല്ലെങ്കിൽ സാധനമാണ് സ്പ്രൈറ്റ്, ഈ 2 സാധനം ആഡ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഈ 2 സാധനം ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് 2 വേണ്ടത്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഓക്കെ ഗൈസ്, നമുക്ക് കഴിക്കാൻ പോകാം ഗൈസ്. ഞങ്ങൾക്ക് ചിക്കനാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത്. എന്നിട്ട് 10 പീസസ് ഓഫ് ചിക്കനാണ്. എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? എനിക്ക് കൊള്ളാം ഗൈസ്. പിന്നെ ഞാൻ ലെഗ് പീസ് കിട്ടി. അമ്മ ഏതാ എടുത്തത്? വിങ്സോ? ഇത് ഏതാന്ന് പറഞ്ഞ ടോട്ടൽ 299 പറയും. ഇത് ഏതാ എടുത്തെന്ന് പറഞ്ഞ കണക്ക് പറയുമോ? ഏതാ എടുത്തേ? വിങ്സ് ആണോ ചോദിച്ചപ്പോൾ 299 അറിയത്തില്ല. വിങ്സ് ആണെന്ന് തോന്നുന്നു.
അവിടെ തന്നെ അവിടെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. തന്നെ കഴിക്കുന്ന പകരം അമ്മയുടെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. റോൾസ്ലോ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, കെച്ചപ്പ് ഉണ്ട്, പിന്നെ കുറേ ഉണ്ട്. സെപ്പറേറ്റ് കോൾസ്ലോ. ഇപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഗായ്സ്. ഹൈപ്പർ മാർക്കറ്റ് എത്തി. ഇതിനകത്ത് ആദ്യം കളിക്കാൻ പോകുന്നത് എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ ചുമ്മാ ഇരിക്കാൻ പോവാം. ഞാൻ ബോർഡിച്ച് കുറച്ച് നേരം ചുമ്മാ ഇരിക്കുന്നിട്ട് അവൻ്റെ അമ്മ വിളിക്കും, എന്നിട്ട് ഞാൻ പോകും. അപ്പം ഈ ഒരു 500 രൂപ എൻ്റെ കയ്യിലുണ്ടോ? കൊണ്ട് എൻ്റെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇത് കളി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നെങ്കിൽ കറക്റ്റ് 500 എടുക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് കൂടാൻ പറ്റില്ല. ഇപ്പം 550, 550 ഇതൊന്നും കൂടാൻ പറ്റത്തില്ല. ഇപ്പോൾ കൂടുതൽ പ്രൊഡക്ട്സ് കൊടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം അമ്മയ്ക്ക് 11 പ്രൊഡക്റ്റ്, എനിക്ക് 9 പ്രൊഡക്റ്റ്. അപ്പോൾ അതിനകത്ത് ജയിക്കുന്നതിൻ്റെ അമ്മയായിരിക്കും. അപ്പോൾ അങ്ങനെ അതായത് കൂടുതൽ പ്രൊഡക്റ്റ് ആർക്കാണ് കിട്ടുന്നത് വിത്ത് കറക്റ്റ് പ്രൈസാണ് അവരാണ് ജയിക്കുന്നത്. കൂടാനും പറ്റത്തില്ല, കുറയ്ക്കാനും പറ്റില്ല ഈ പ്രൈസ്. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ കറക്റ്റ് ചാലഞ്ച്. എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നീ ഓടിച്ചെന്ന എല്ലാ സാധനങ്ങളും എടുക്കണം അല്ലേ? താണ്ട ഉപ്പൂസിനോ 34. അത് 2 ഇട്. 2 നല്ലത് നോക്ക്. ഇതൊക്കെ പാട്ടപാട്ട് അടക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്വീറ്റ്സ് ആണെന്ന് തോന്നുന്നു. ഇത് സ്വീറ്റ്സ് എടുത്താലോ? ഇത് 150യോ? അത് വേണ്ട. ചെറിയ ബ്രെഡ് എടുക്കാം. ഈ ബ്രെഡ് എടുക്കാം. ഇതിനെത്രയാ? 950. ആ 2 ഇട്. എന്താ സാധനം അത്? ക്രീം ബസ്റ്റ് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതിന് ഒരെണ്ണത്തിന് 10. പേരെടുക്കാൻ നോക്കാം. 299 അല്ലേ? 1 കിലോയ്ക്ക് 299. 1/2 കിലോ എടുക്കാം. ഇത് പഴുത്തം നോക്കി എടുക്കണം. കവറിനകത്ത് എന്നെ കുറയത്തില്ല. അങ്ങനല്ല, 1 കിലോയ്ക്കാ. 1 കിലോ ഒരു സാധനമല്ലേ? ഒരു സാധനമായിട്ട് കൂട്ടും. അപ്പോൾ ഇത് പ്ലം വേണം. ഇത് ഡേറ്റ്സ്. ഡേറ്റ്സ് കവറിലാണ്. ഇതെന്നാ സാധനം? ഇത് ഫ്രഷ് ഡേറ്റ്സ് മെഡ്ജോൾ. ഇതിൻ്റെ വില പക്ഷെ ഭയങ്കര കൂടുതലാണ്. 237. ഇതിന് 137 രൂപ. 129. പക്ഷെ നല്ല കളറായിട്ടുള്ളതാണ് നല്ലത്. ഇത് 129. അതേതാ എടുക്കേണ്ടത്? അതേതാ? അതിൻ്റെ വില കൂടുതലാണോ? ഇത് 129. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തൂക്കിയെടുക്കുമായിരുന്നു അല്ലേ? തൂക്കിയെടുക്കില്ലായിരുന്നോ? നമുക്ക് തൂക്കിയെടുക്കുന്നുണ്ടോയെന്ന് നോക്കാം. അതില്ലേ? ഇതാണോ നല്ലത്? ഇത് കുറച്ചുകൂടെ കളറുണ്ടോ അല്ലേ? പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിലിട്ട് നോക്കിയിട്ടൊക്കെ ആയിരുന്നു. ഫ്രഷ് ഡേറ്റ്സ് കുനാൽസി. ഇതേതാ ഫ്രഷ് ഡേറ്റ്സ്? ഇതിൻ്റെ സൈഡില്ലേ ഡേറ്റ്സ്? അത് നോക്കാം. അപ്പോൾ ഇത് എത്ര അറിയാം? അതല്ല 116. 116. ഇത് എത്ര കിലോയാ? 300 ഗ്രാം. ഇത് തന്നെ കേട്ടോ. ഇത് 500 ഗ്രാം എടുത്തോ. 129. വേറെൻ്റെ ബില്ലടിച്ചു. അതിന് എത്രയടി? 208. ഇനി സമയം ഇഷ്ടംപോലെ കിടക്കും. ഇപ്പോൾ ടോട്ടൽ 476 രൂപയായിട്ടുണ്ട്. അവിടെ ടിഫിൻ ബോക്സ് ഒക്കെ കണ്ടോ? ടിഫിൻ ബോക്സ് നല്ല ടിഫിൻ ബോക്സ്. ഇതിന് എത്ര അടിക്കല? അവളൊന്നും എടുക്കത്തില്ല ഈ ടിഫിൻ ബോക്സ്. ഇതിന് കൊണ്ടുപോകാൻ പറ്റുന്ന ടിഫിൻ ബോക്സ് അല്ലേ? ഇത്ര നമുക്ക് വേണ്ടേ? ഇത് നല്ലതല്ലേ? ഞാൻ സമയം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ കാശ് തീരാറായി ഗൈസ്. സാൻഡ്രക്കാണ് ടിഫിൻ ബോക്സ് ഇല്ല. 500 രൂപ. ഷോ നമുക്ക് പിന്നെ അല്ലാതെ മേടിക്കും. ഇപ്പം ആരും ടിഫിൻ ബോക്സ് മേടിക്കാൻ പറ്റത്തില്ല. ബാക്ക് ടു സ്കൂൾ നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ? പക്ഷേ അതിനകത്തുനിന്ന് എല്ലാം കുഞ്ഞു കുഞ്ഞു ഒത്തിരി സാധനങ്ങൾ എടുക്കാൻ നല്ലതായിരുന്നു അല്ലേ? ഇതിനകത്തൊന്നും അല്ലെങ്കിൽ മാറ്റണം അല്ല? ഇവിടെ നിന്ന്
അതല്ല നോക്കട്ടെ. ഇതൊക്കെ എടുക്കാൻ പോയാൽ ഇന്ന് നിങ്ങൾക്ക് ഉള്ള സാധനങ്ങളല്ലേ ഇതൊക്കെ. ഇതെടുക്കണോ? ഇതിന് എത്ര പ്രൈസ് എത്ര നോക്കി? 100 രൂപ. ഇനി അതാണ് എടുക്കുന്നത്. അടുക്ക നീ എന്നാ എടുക്കുന്നത്? നീ 25 രൂപയുടെ സാധനമല്ലേ എടുക്കും. അറ്റ്ലീസ്റ്റ് 25 രൂപയുടെ സാധനം എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ എടുക്കാൻ പറ്റത്തില്ല. അത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇപ്പോൾ. ഈ സ്നിക്കേഴ്സിന് എത്രയാണ് നോക്കി? 20 രൂപയുടെ സ്നിക്കേഴ്സാണ് നോക്ക്. 50 രൂപ. അത് പറ്റിയ നീ എന്നാ എടുക്കാം? മാൽക്കിസ്റ്റ് അതിനെത്ര രൂപയാണ്? 50 രൂപ. ഓ എല്ലാത്തിനും വിലക്കാം. ഈ സോസേജ് നമ്മൾ എടുക്കാറുണ്ട്, പക്ഷെ അതിന് വിലക്കുള്ള 100 രൂപയ്ക്ക് പറ്റും. എന്താണ് സോസേജ്? പറ്റത്തില്ല എടുക്കാം. ഈ ബിങ്കോയ്ക്ക് എത്ര രൂപ? 10 രൂപ ബിങ്കോ. അതെടുക്കും. അപ്പം മതി, ക്ലോസ് ചെയ്യാം. തീർന്നു പരിപാടി. അത് കുറച്ച് സാധനങ്ങൾ എടുത്തോളൂ. ഇതിനെത്രയാണ്? അത് ഇതിനൊക്കെ നല്ല വില. ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ടോട്ടൽ എത്ര സാധനം ഉണ്ട്? 2 കിട്ടി. അപ്പോൾ നീ 2 കൂട്ടാലോ? 2 കൂട്ടാം. 3, 4, 5. 1, 3, 4, 5, 6, 7, 8 സാധനം. ബില്ലടിച്ചിട്ടില്ല. നോക്കാം, അങ്ങനെ അവളെ വിളിക്കാം. അവളെ പക്ഷേ ഇത് കാണിക്കരുത്. അപ്പോൾ സമയം 4:25. സമയം ഇന്നുണ്ട്. ഇത് 40 ടൈം 5 മിനിറ്റ് കൊടുക്കണ്ട. അവളെ വിളിക്കണം. ഒന്നും 30 minutes ടൈമർ വെച്ചിട്ടുണ്ട് ഗൈസ്. സോന് കയറി കേട്ടോ. സ്റ്റാർട്ടായി. സോനിൻ്റെ ടൈം സ്റ്റാർട്ട് 4:30 5 മണി വരെ. ഇവിടെ ചോക്ലേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. വെറുതെ എടുക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ ചുമ്മാ നടക്കുമായിരുന്നു. 13:45 സമയം. 99 വേണ്ട. സാൻഡ്ര എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒന്നും കിട്ടിയില്ല. ഇനി എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ പൈസ കുറഞ്ഞ സമയം ഇഷ്ടം പോലെ ഉണ്ട്. അതിന് എത്ര രൂപയാണ് നോക്കാം ആദ്യം? 20. കാൽക്കുലേറ്റ് ചെയ്യണം. അത് കുഴപ്പമില്ല, ഞാനെടുത്ത് കഴിഞ്ഞു അത്. ഓക്കെ, നീ അടുത്ത സ്ഥലത്തോട്ട് പോകും. അതിനെത്രയാ? അതിന് പൈസ എത്ര? ബാറ്ററി തീർന്നു. എടുക്കുവാണോ? പൈസ 10 rupees 20 rupees. ഓക്കെ, 30 rupees. അപ്പം ടോട്ടൽ എത്രയായി? പാടില്ല. ഇവിടെ മുഴുവൻ ചോക്ലേറ്റ് കയറിപ്പിച്ചേക്കുക. വേറെ വല്ല സാധനങ്ങളും എടുക്കും. ഞാൻ വീട്ടിൽ ഉപകാരമുള്ള സാധനങ്ങളൊക്കെ എടുത്തേക്കുന്നത്. അമ്മയുടെ ഇഷ്ടങ്ങളാണ് ഗൈസ്. അതെടുക്കുന്നില്ല. അതൊരു ബോട്ടി. നമ്മൾ മൊത്തം ചോക്ലേറ്റ് എടുക്കണം. നീ പറയുന്നത് കേൾക്കുന്നില്ല. പിന്നെ മോട്ടറയുടെ സെക്ഷനിലോട്ട് പോകും. അതിനെത്രയാ? പക്ഷെ എടുത്തതാണ് മിക്സഡ് ഫ്രൂട്ടാ. ഒന്നും കറക്റ്റാണ്. അത് നിന്റെ ഇഷ്ടം. വില നോക്കൂ. വീഡിയോ എടുക്കൂ. 70 rupees. ഓടിക്കും. പിന്നെ പറഞ്ഞാൽ ബാക്കി 5 രൂപ എടുക്കാൻ പറ്റത്തില്ല, സമയം കഴിഞ്ഞു. പിന്നെ അല്ലേ ഉണ്ട്.
പക്ഷേ GST പക്ഷെ കൂട്ടാൻ പറ്റത്തില്ല. GST കൂട്ടാൻ പറ്റത്തില്ല. ഉള്ള ഇതെല്ലാം എടുക്കും. ഇതെന്തോ മഞ്ചോ? അല്ല ഇത് ഇതിന്റെ കൂടെ കോൺഫ്ലെക്സ് പോലെ എടി വേറെ വല്ല കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കടി. ഇത് ചുമ്മാ ചുമ്മാ പൈസ കളയാ. വീഡിയോ എടുക്കുന്നുണ്ട്. എടുക്കും. എന്താ ന്യൂട്രലയ്ക്ക് എത്ര രൂപ? ന്യൂട്രല എടുത്തോ? എല്ലാം കൂടെ സമയം പൊക്കോണ്ടിരിക്കുക കേട്ടോ. ആ സമയം ടൈമർ വെച്ചിട്ടുണ്ട്. അതിന് 90 രൂപയാണ് ബൂസ്റ്റിന്. അതിന് എത്ര രൂപ? 90 ആ ഒരു കൊള്ളാമല്ലോ. എന്താ ദൈവമേ, അമ്മ ഒന്നും എടുത്തില്ല. അതിൻ്റെ ദിവസം 500 രൂപ ഉള്ള ചോക്ലേറ്റ്സും മൊത്തം എടുത്ത്. ഞാനാണ് വീട്ടിലാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തത്. അത് വാവ വിടുമായിരുന്നു. ഫിഷ് അപ്പുറത്താ. അവളവിടെ പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. പോവാ പഴംപൊരി എടുക്കാനോ? പഴംപൊരി ഇല്ല. പഴംപൊരി 14 രൂപ. അപ്പോൾ എത്ര എണ്ണം മേടിക്കണം? 2 പഴംപൊരിയും അല്ല 2 പഴംപൊരി ഒരു പഴംപൊഴി എനിക്ക് അല്ല 2 പഴം ഒരു പഴംപൊരിക്ക് 14 രൂപ. 2 പഴം 28. പിന്നെ അത് കഴിഞ്ഞിട്ട് നിനക്ക് മാത്രം മതി. ഞങ്ങൾക്കും വേണോ? അതുകൊണ്ട് ഞങ്ങളൊന്നും എടുത്തില്ല. ഇവക്ക് 2 ഇടുന്നോടാ. പിന്നെ അപ്പച്ചനെ ഒന്നിച്ചിക്കും. അതെനിക്ക് പൈസ കൊടുക്കും. അത് കൊള്ളാം. അല്ല പഴംപൊരി ഇതിന് എത്രയാ? 96. 11 മിനിറ്റ്. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 11. ആണോ? അത് അവിടെ കൊണ്ട് വെച്ചോ? അപ്പുറത്തെങ്ങനെ കൊണ്ട് വെക്ക്. എല്ലായിടത്തും കളയാ. സമയം തീർന്നോണ്ടിരിക്കുന്നു. ഇവളെന്തൊക്കെയാണ് ഇവിടെ? ഇതിനെത്ര? സമയം നോക്കണേ. നമ്മൾ സമയം എടുത്തിട്ട് വായി നോക്കി നടക്കുമായിരുന്നു. പൈസ തീർന്നു. കുഴപ്പമില്ല, അത് നോക്കിക്കോട്ടെ. തപ്പത്തപ്പ് സമയം കളഞ്ഞു. ഓക്കെ. പൈസ കറക്റ്റായോ? പൈസ തന്നെ നോക്കണം. എന്നിട്ട് നമുക്കിന്നത്തെ ഏതാണോ വേണ്ടാത്ത അത് എടുത്ത് തൊട്ടിക്കണം. അതൊന്നും വേണ്ട. എന്നെ വലിച്ചോണ്ട് പോവാതെ. ചോക്ലേറ്റ്സ് മാത്രമാണ്. എന്തോ ഇതൊക്കെ മേടിക്കാൻ പറ്റും. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വാങ്ങും? ഇതാണ് ബാക്ക് ടു സ്കൂളിൻ്റെ അവിടെ എടുക്കണം. ഇതെല്ലാം എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. നീ എൻ്റെ ഉണ്ടെങ്കിൽ പോകും. എനിക്ക് എല്ലാം കൂടെ നോക്കാൻ പറ്റത്തില്ല. വേണ്ടേ ജാസ്മിൻ്റെ സ്പ്രേ.
175. അത്രയത്തിന് 175 ഇവിടെ ഓഫറാ. ഇവിടെ യാർഡ്ലിയുടെ ഉണ്ട് ഇത്. അപ്പൊ ഇത് മതി. ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? അത് ഒരെണ്ണമാണോ? ഇതോടെ ഇതാ 175. അത് മതി. സമയം അത് കൊള്ളാം. ഇതേലും ഇഷ്ടപ്പെട്ട സാധനം. അത് കഴിഞ്ഞ ദിവസം മേടിച്ചല്ലേ. ഇവള് സ്കോർ ചെയ്യും. വരണ്ടേ നുട്ടല്ല. ഇപ്പൊ നോക്കിയാ എത്ര ആയി നോക്കി. ടോട്ടൽ 500 രൂപ ആയി കാണും ഇപ്പൊ. അതവള് സമയമുണ്ട്. പക്ഷെ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര സാധനം മേടിച്ചിട്ട് 500 രൂപയോ. ഇതിനെത്ര? 175. ഏതിനാ നീങ്ങിയിരിക്കുന്നു? ഓരോ വണ്ടി പോകണം. അതിനത്ര ഇതെന്ത് സാധനമാണ്? GST വരുവേ. GST കൂട്ടുന്നു. 500 രൂപയായി. എത്രയായി കാണുന്നതെല്ലാം മേടിച്ചു. 473. ഇപ്പം ടോട്ടൽ 473 ആയേ. സമയമുണ്ട് ഇഷ്ടം പോലെ. എടുക്കുന്നുണ്ട്, എല്ലാം എടുക്കുന്നുണ്ട്. ചിക്കൻ നഗറ്റ്സ് ഉണ്ട്. ചിക്കൻ നഗറ്റ്സിന് എത്ര രൂപ? ഇത് ഇങ്ങോട്ട് വന്ന് എല്ലാം ഭയങ്കര വിലയായിരിക്കും. അവിടെ അവരിപ്പം പറയും. അവൾ മഞ്ചെടുത്ത് തിരിച്ച് മാറ്റി വെച്ചു കേട്ടോ. മഞ്ചെടുത്ത് മാറ്റി. ഇത് കണ്ടോ ഇവൾക്ക് ചിക്കൻ നഗറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് എന്നോടാ പറഞ്ഞു. ചിക്കൻ നഗറ്റ്സ് വേണം. ഇവിടെ മേടിക്കുന്നവർ എന്നോടാ. നീ ചിക്കൻ നഗറ്റ്സ് എടുക്കും. 2 buy 1 get 1 free. ഒരു പെർഫ്യൂം എടുത്തോ. ഇത് എനിക്ക് അല്ലെങ്കിൽ വില കൂടുതൽ ഈ നൈസിന്റെ പൗഡർ സെപ്പറേറ്റ് ആയിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത്. ഒരുമിച്ചല്ല. അങ്ങനെ നമ്മൾ GST വരും കേട്ടോ. പിന്നെ GST കുറച്ചിട്ടുള്ളൂ. GST SGST അതൊന്നും ആഡ് ചെയ്യുന്നില്ല. അതൊക്കെ കമ്പനി എല്ലാം ഗവൺമെന്റുകാരാണ് എടുക്കുന്നത്. അത് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മുടെ മാൽക്കിസ്റ്റ് വീട്ടിൽ വേണ്ട സാധനങ്ങളൊന്നും എടുത്തില്ല. കുറേ ചോക്ലേറ്റ് ഐറ്റംസ് മാത്രം തന്നെയാണ് നോക്കുന്നത്. ഞാൻ ആലോചിക്കുക ഒരു 5 രൂപയുടെ ജെംസ് ഇവിടെ ആയോ കഴിഞ്ഞു. നമ്മൾ ജയിച്ചു തോന്നുന്നു. അറിയില്ല, നോക്കണം. എൻ്റെ സാധനം ഇത് ഓക്കെ. 1 2 3 4 5 6 7 8 9 സാധനങ്ങൾ. നമുക്ക് എത്ര ഉണ്ടായിരുന്നു? 1 2 3 4 5 6 7 8 9. ടൈപ്പായോ? ടൈ ആയി. 1 2 3 4 5 6 7 8 9 ടൈ ആയി. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യാം. അപ്പം എന്താ ചെയ്യണ്ടേ? അപ്പം നമുക്ക് ഒരു സാധനം കൂടെ എടുക്കാം. നമുക്ക് ഒരു സാധനം ഉണ്ട്, എനിക്കറിയാം. ടൈം ഞങ്ങൾക്ക് കറക്റ്റ് 500 ആയില്ല. കറക്റ്റ് 500 ആയില്ല. ഇനി ഞങ്ങൾ പേയ്മെന്റ് ചെയ്യും. നമുക്ക് എത്ര ഉണ്ടായിരുന്നു ബാക്കി? ഇവരോട് പറയാം. പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് 500 കറക്റ്റ് ക്ലോസ് ആരാണോ അവരായിരിക്കും. ഇത് വീഡിയോ എടുക്കുന്നില്ലേ? പെട്ടെന്ന് എടുക്കാം. ഇല്ല ഇവിടെ ചീറ്റ് ചെയ്യാൻ പോവാം. ഇനി നേരെ പോയി പേയ്മെന്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇത് പേയ്മെന്റ് ചെയ്യാൻ പോകും. നേരെ പേയ്മെന്റ് ചെയ്യാൻ പോകും. അടുത്ത ആർക്കാണോ അവരായിരിക്കും ജയിക്കുന്നത്.
ഓക്കെ ആ ശരി പേയ്മെന്റ് ഓക്കെ പേയ്മെൻറ്റ് ചെയ്യാം ആ പേയ്മെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നോക്കാൻ പറ്റും ആരാ ജയിക്കാൻ പോകുന്നത്, ഞാനാണോ അതോ അമ്മയും ഭാവയാണോ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ട് കയ്യപ്പ് എനിക്ക് 9, അമ്മയ്ക്ക് 9. അപ്പോൾ ഇത് എങ്ങനെയാ 500 പേയ്മെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് 500ന്റെ ക്ലോസ് ആരാണോ അവരായിരിക്കും ജയിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഗൈസ് ഇതിനകത്ത് ഈ ചാലഞ്ചിനകത്ത് ജയിച്ചിരിക്കുന്നത് ഈ കൊച്ചാണ്. എനിക്ക് എത്ര രൂപ കിട്ടിയല്ലേ കൂടെ ടോട്ടൽ? 617 517 റുപ്പീസ് വിത്ത് GST. എനിക്ക് 534. ചിലവണ്ട് 500 കൂടിപ്പോയി. പക്ഷേ ഇതിനകത്ത് കുറഞ്ഞ് കറക്റ്റ് ഒന്നാമതി കറക്റ്റായിട്ട് ഇരിക്കുന്ന ഇവിടെയാണ്, ഇതിനെ കൂടിപ്പോയി. അപ്പോൾ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്ന ഇവളാണ്. ഞങ്ങൾ 9 പ്രൊഡക്ട്സ് ആയിരുന്നു, അതിനകത്ത് കൂട്ടിപ്പോയപ്പോൾ എല്ലാം പ്രൈസ് കൂട്ടിപ്പോയപ്പോൾ ഇവളാണ് ജയിച്ചത്. ഞാൻ തോറ്റുപോയി.